സാത്താൻ സേവയെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കും മുന്നേ കണ്ണുകൾ അടഞ്ഞു പോകുമായിരുന്നു. അത്രയ്ക്ക് ഭയാനകമായിരുന്നു. അതെ, നമുക്കിടയിൽ നമുക്ക് ചുറ്റും ഇന്നും ഇത്തരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്നു എന്നതിൽ അതിശയം തോന്നുന്നില്ലേ? എന്നാൽ പുച്ഛിച്ചു തള്ളാൻ വരട്ടെ. സാത്താൻ സേവയിലൂടെ മണ്ണും പെണ്ണും പൊന്നും പണവും നേടിയെടുക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. അവരുടെ കർമ്മങ്ങളൊക്കെ വിചിത്രവും വ്യത്യസ്തവുമാണ്. വളരെ വിജനമായ സ്ഥലങ്ങളും ഇരുട്ടുമുള്ള സ്ഥലങ്ങളുമാണ് ഇവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ വൈദികരാണ് ഈ സാത്താൻ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. തലതിരിഞ്ഞ കുരിശും പന്നിയുടെ നെയ്യിൽ നിർമ്മിച്ചെടുത്ത കറുത്ത മെഴുകുതിരികളും ഉപയോഗിക്കുമായിരുന്നു. അവരുടെ ബലിപീഠത്തിൽ പശുവിനെയോ ആടുകളെയോ ഭൂരിപക്ഷം സ്ത്രീകളെയുമാണ് ഉപയോഗിക്കാറ്. സ്ത്രീകളെ നഗ്നരായി കിടത്തി അവരുടെ കയ്യിൽ ഈ കറുത്ത നിറത്തിലുള്ള മെഴുകുതിരികൾ കൊടുക്കുമായിരുന്നു. ശേഷം നരിത്തോലുകൊണ്ട് ബൈബിൾ പൊതിയുകയും ആർത്തവരക്തം കൊണ്ടും മലമൂത്ര വിസർജനം കൊണ്ടും വിശുദ്ധ ബൈബിളിനെ പരമാവധി അശുദ്ധമാക്കുമായിരുന്നു. ബൈബിൾ മാത്രമല്ല, മുന്നിൽ നിർത്തിയ സ്ത്രീയെ കൂടി അവർ ഇത്തരത്തിൽ അശുദ്ധിയാക്കുമായിരുന്നു. ഒപ്പം ഒരു നവജാത ശിശുവിനെ കൂടി അവർ അവിടെ കഴുത്തറുക്കുമായിരുന്നു. ചില സാത്താൻ സേവക്കാർ തലകീഴായി തറക്കുകയും എണ്ണയിൽ വറുത്തു കോരുകയും ചെയ്യുമായിരുന്നു. എല്ലാത്തിനുമൊടുവിൽ പൊതുമധ്യത്തിൽ വെച്ച് പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇത്രത്തോളം ഭീകരമായ അവസ്ഥയിലാണ് സാത്താൻ സേവ നമുക്കിടയിൽ നടക്കുന്നത്. സാത്താൻ സേവയെക്കുറിച്ച് കൂടുതൽ ഇനിയും നമുക്ക് ഒരുപാട് അറിയാനുണ്ട്.